നമ്മുടെ അവസാനം ക്ലിയർ ഔട്ട് നടന്നുകൊണ്ടിരിക്കാണ്ട് പോയിട്ടില്ല. അപ്പോൾ ഇവന്മാരുടെ കുറേ ഉടുപ്പ് ഇങ്ങനെ ബാക്കിയുണ്ട്. പണ്ടത്തെ മുതലുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. എന്തിനായിരുന്നോ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാരിറ്റി ബോക്സുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അതിനകത്ത് കൊണ്ടുപോയി ഇടാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നത്. ഇത് കഴിഞ്ഞവർ വീണ്ടും ഒന്നുകൂടെ വാഷൊക്കെ ചെയ്ത് സോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിൽക്കാൻ വയ്ക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ക്യാൻസർ ഫണ്ട് ഫോർ ചിൽഡ്രൻ. അങ്ങനെ ഓരോ ബോക്സിനും എന്താണ് അവരുടെ പർപ്പസ് എഴുതിയിരിക്കും. ആ പർപ്പസിലോട്ടായിരിക്കട്ടെ ഈ പൈസ പോകുന്നത്. ഇവർ തന്നെ അതിനുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇടാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ക്ലോത്തിങ്, ഷൂസ്, കർട്ടൺ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടാൻ പാടില്ലാത്തതിൻ്റെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കാർപ്പറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിടാൻ പാടില്ല. നമുക്കിതിങ്ങനെ ഇട്ടിട്ട് പോവാം. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ വന്നത് നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററുകളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഭാഗങ്ങളിലായിരിക്കും. ഇതുപോലെ കുറേ ഇവിടെ തന്നെ ഇതുപോലെ നാല് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ എടുത്ത് വയ്ക്കുന്ന നമ്മുടെ ഡ്രസ്സുകളായി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ നാൾ കൂടി ക്ലീൻ ചെയ്ത കാരണം ഇഷ്ടംപോലെ ഉടുപ്പുകളുണ്ടാവും. അവരുടെ ഓരോ ബാഗായിട്ട് എടുത്ത് വെച്ചേക്കാം. എൻ്റെ ഉടുപ്പൊന്നും ഞാൻ കളയുന്നില്ല. ഇനി ഞാൻ ക്ഷീണിച്ച് കഴിഞ്ഞിട്ടാലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. അവന്മാരുടെയൊക്കെ എന്തായാലും ചാരിറ്റിക്ക് പോവാണ്.